തുടക്കത്തിൽ വീട്ടുകാർ ഭാഗത്തുനിന്ന് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഞങ്ങൾ 2005 അവസാനം കല്യാണം കഴിഞ്ഞത്. കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഒരുപാട് സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ വൈഫിൻ്റെ അടുത്ത് വൈഫ് കഥ എഴുതുന്ന ആളാണ്. കഥയൊക്കെ അപ്പോഴത്തേക്ക് എഴുതി തുടങ്ങി. സിനിമ ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിൻ്റെത് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം അന്ന് മുതലേ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ്. ഫാമിലി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വരും. അതിന് നീ തയ്യാറാണോ എന്നുള്ളത് എനിക്ക് ആദ്യം അറിയണം എന്ന് പറഞ്ഞു. ഈ ഷിഫ്റ്റിങ്ങിൻ്റെ തൊട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഈ വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവന് സ്ഥിരം കുറ്റിയാണ് ഇവിടെ നമ്മുടെ ഹോളിഡേ ഇൻ അല്ലെങ്കിൽ ക്രൗൺ പ്ലാസ അല്ലെങ്കിൽ മാരിയറ്റ് അവിടെയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തായ ഷ്യാമിനെ വിളിക്കുന്നത്. ശ്യാം ആരാ? നമ്മുടെ ഗോവിന്ദ മാഷ് മകൻ. നമസ്കാരം. തലശ്ശേരി ന്യൂമാഹിക്കാരനും ചെന്നൈയിൽ താമസക്കാരനുമായ മുഹമ്മദ് ഷർഷാദ് എന്ന ഒരു മലയാളി ഒരു ദിവസം എന്നെ തേടി മറുനാടൻ്റെ ഓഫീസിലെത്തുന്നു. എന്നോട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ചില ദുരന്ത കഥകൾ പങ്കുവച്ചു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നത വാർത്തയാക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. അത് നിങ്ങൾ തമ്മിൽ തീർക്കേണ്ടതാണ് എന്നതായിരുന്നു എല്ലായിടത്തെയും പോലെ എൻ്റെ ഇവിടുത്തെയും നിലപാട്. എന്നാൽ കേവലം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമല്ല, നേരെ മറിച്ച് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകനും CPIഎമ്മിൻ്റെ സമുന്നത നേതാക്കളായ PK ബിജുവും തോമസ് ഐസക്കും ചില ഇടനിലക്കാരുമൊക്കെ ഉൾപ്പെട്ട വലിയൊരു കഥയായതുകൊണ്ട് തന്നെ അതിന് സാമൂഹ്യ പ്രസക്തിയുണ്ടെന്നും ഇത്തരം നേതാക്കളുടെ ചതിയിൽപ്പെട്ട് ആരുമിനി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തരുതേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPIഎമ്മിൻ്റെ സർവാധിപത്യ ഭരണകാലത്ത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ ഒരു നേർചിത്രമാണ് ഷർഷാദിൻ്റെ ജീവിതം. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഴിവ് കണ്ടെത്തി അവരെ ഒരു സിനിമാ സംവിധായകയാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി മമ്മൂട്ടിയെ പരിചയപ്പെടുത്തുകയും അങ്ങനെ ആദ്യ സിനിമ തന്നെ മമ്മൂട്ടിയെ നായകനാക്കി ഇറക്കുകയും ഒക്കെ ചെയ്ത ഷർഷാദ് ജീവിതത്തിൽ ചതിക്കപ്പെട്ടതിൻ്റെ കഥയാണ് ആദ്യ എപ്പിസോഡിൽ. നമസ്കാരം. ഷർഷാദ് എന്ത് ചെയ്യുന്നു? ഞാൻ ചെന്നൈയിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം നടത്തി വരികയാണ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 10-16 വർഷമായിട്ട്. ബേസിക്കലി നാട്ടിലെവിടെയാണ്? നാട്ടിൽ മാഹിയാണ്, ന്യൂമാഹി എന്ന് പ്രദേശം. ന്യൂമാഹി പഞ്ചായത്ത്. മലയാളിയല്ല, കേരളീയനല്ല, പോണ്ടിച്ചേരിക്കാരൻ. ന്യൂമാഹിയാണ്, കേരളത്തിലാണ്. ന്യൂമാഹി പഞ്ചായത്ത്, അതായത് കണ്ണൂർ ജില്ലയുടെ അവസാനത്തെ പഞ്ചായത്ത് ന്യൂമാഹി പെരിങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ അടുത്ത കാലത്ത് ഒരു CPM നേതാവിനെ കൊല്ലുമൊക്കെ ചെയ്ത് അവിടെ ആയിരുന്നു, ന്യൂമാഹി ആയിരുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. അപ്പം അവിടുന്ന് എത്ര കാലമായി ചെന്നൈയിലായിട്ട്? ചെന്നൈയിൽ ഞാൻ അവിടെ എൻ്റെ ജോലി ആവശ്യാർത്ഥാണ് ഞാൻ ചെന്നൈയിൽ 99 അവസാനത്തിലാണ് ഞാൻ ചെന്നൈയിലേക്ക് എത്താം. അതിൻ്റെ മുമ്പ് ഞാൻ ചെന്നൈയിൽ കുറച്ച് പഠിച്ചിരുന്നു. കാരണം അവിടെ സ്കൂളും കോളേജിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ പഠിച്ചിരുന്നു. ചെന്നൈയിൽ പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ അവിടെയായിരുന്നു. പുള്ളി അവിടെ ഒരു ബോംബെ ബേസ്ഡ് കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വർഷം പിന്നെ ഫാമിലിയായിട്ട് ചെന്നൈയിലായിരുന്നു. ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80s അവസാനം 90s തുടക്കഘട്ടങ്ങളിൽ അന്ന് ചെന്നൈയിലായിരുന്നു. പിന്നെ പുള്ളി അവിടുന്ന് ജോലി മാറി ബോംബെയിലോട്ട് പോയ സമയത്ത് ഞങ്ങൾ വീണ്ടും നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് വീണ്ടും പഠിത്തങ്ങളൊക്കെ തുടർന്നു. അങ്ങനെ പഠിത്തം കഴിഞ്ഞു. അങ്ങനെ ഒരു ജോലി, ഞങ്ങൾ വളരെ ഒരു നോർമൽ വളരെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ ജോലി ആവശ്യാർത്ഥം ഇങ്ങനെ പലതും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു കാലിക്കറ്റിലൊരു ജോലി കിട്ടി. ആ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അവിടുന്ന് പ്രൊമോഷനായിട്ട് തന്നെ അവർ അതേ കമ്പനി തന്നെ ചെന്നൈക്ക് കോയമ്പത്തൂരിലേക്ക് വിട്ടു. കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും ഒരു ഫർദർ പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അവസാനം 2000 തുടക്കത്തിൽ, അതായത് 99 അവസാന ഘട്ടത്തിൽ ചെന്നൈയിലേക്ക് എത്തുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഏകദേശം എൻ്റെ ഒരു 2010-11 വരെ ഞാൻ പല മേഖലകളിൽ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. എന്താ വിദ്യാഭ്യാസം? ഞാൻ ഗ്രാജുവേഷനാണ്. അതെ. പിന്നെ അവിടുന്ന് പല മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ബിസിനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2005 എൻ്റെ വിവാഹം കഴിയുന്നത്. അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ടാവും. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യയെപ്പറ്റി മനസ്സിലാക്കുന്നതും അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള എന്താ രീതിയിലാണ്. അവരുടെ കഴിവ് ഏതാ? കഴിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിയേറ്റിവിറ്റിയിൽ വളരെ കഴിവുള്ള ഒരു ലേഡിയാണ്. അത് തുടക്കം മുതലേ അവരെ പരിചയപ്പെട്ട മുതലേ ഞങ്ങളെ ഇഷ്ടപ്പെട്ടുള്ള വിവാഹമായിരുന്നു. തുടക്കത്തിൽ വീട്ടുകാർ ഭാഗത്തുനിന്ന് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഞങ്ങൾ 2005 അവസാനം കല്യാണം കഴിഞ്ഞത്. ആ കല്യാണം കഴിഞ്ഞ മുതലേ ഞാൻ അവരെ പരിചയപ്പെട്ട മുതൽ തന്നെ അവരുടെ ആ ഒരു ക്രിയേറ്റീവ് കപ്പാസിറ്റിയും കാര്യങ്ങളും അവരൊക്കെയുള്ള കഴിവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയുകൊണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പല സമയങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയുടെ ആവശ്യം. അപ്പോൾ ജോലി ആ ലെവലിലൊക്കെ ഞാൻ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തി. നല്ലൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 5 ശമ്പളം ആ സമയത്ത് ഉള്ള രീതിയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം നമുക്ക് കൂടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചില പല കാര്യങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾക്ക് അത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ മുകളിലോട്ട് വരുമ്പം നമ്മൾ ജോലി ആണ് നമുക്ക് പ്രയോറിറ്റി. കാരണം നമ്മൾ അണ്ടറിൽ ഒരുപാട് പേര്, ഒരുപാട് ബ്രാഞ്ചുകൾ, ഒരുപാട് ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ സമയത്ത് പിന്നെ മൂത്ത മകൻ ജനിക്കുന്നു 2008. മൂത്ത മകൻ ജനിച്ച സമയത്ത് പിന്നെ വീണ്ടും അവർക്ക് ഈ കരിയർ ബ്രേക്കൊക്കെ വന്നു. അവർക്ക് വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു? അതിൻ്റെ മുമ്പ് അവരൊരു ഡിസൈനിങ് കമ്പനി, ഒരു ഫ്രഞ്ച് ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അവരൊരു ഈ എന്താ പറയുക, ഈ നമ്മുടെ ഈ CR എന്ത് ഫണ്ടാണ് അതിന് പറയുക, CSR ഫണ്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഫ്രഞ്ച് കമ്പനിയാണ്. കഴിവെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഴുത്തുകാരിയാണോ? അല്ല, അവർ തുടക്കത്തിലെ അവർ ഗ്രാഫിക് ഡിസൈനറാണ്. അതായത് ഇപ്പം എൻ്റെ കമ്പനിയുടെ ഇന്ന് ഞങ്ങളെ കമ്പനിക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന പല ലോഗോസ് പോലും അവർ ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ, അത്രയും കഴിവുള്ള ആളാണ്. അപ്പം അങ്ങനെ പലതും പുറത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവരെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായ സർക്കിൾ എനിക്കിപ്പോൾ അതുകൊണ്ട് ഒരു 10-15 വർഷം കൊണ്ട് എനിക്ക് എൻ്റേതായ കുറച്ച് സർക്കിൾ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മദ്രാസിൽ, ചെന്നൈയിൽ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ പല ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളും ഇങ്ങനെ വന്നപ്പം തടസ്സങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയായിരുന്നു. അതായത് ഇവർക്ക് ട്രാവൽ ചെയ്യണം. ഇപ്പം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു മീഡിയ ഇങ്ങനെയുള്ള മേഖലയിൽ പോകുമ്പം നമ്മളവരെ ഏതർ കൂടെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുണ്ടെങ്കിൽ അവരെ നമ്മൾ നോക്കണം, ടേക്ക് കെയർ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം എന്തായാലും വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിലും നമുക്കങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളെ അവരുടെ അടുത്ത് വിട്ടിട്ട് രണ്ടുപേർക്കും മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ എനിക്കും എൻ്റേതായ കൂടുതൽ യാത്രകളും പ്രശ്നങ്ങളും വന്നപ്പം ഇത് ചെയ്യാതെക്കപ്പാണ് ഞാൻ എൻ്റെ അതേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൊളീഗോട് ആയിട്ട് നമ്മൾ ചേർന്ന് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൊളീഗ്സ് ആയിരുന്നു, സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ. അങ്ങനെയാണ് സ്ഥാപനം നിങ്ങൾ തുടങ്ങി. പെൻഡ മാർക്കറ്റിംഗ് എന്ന് പറയും. അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് 2008 ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ പല ബിൽഡിംഗ് മെറ്റീരിയൽ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്തു. വർക്ക് ചെയ്തിരുന്ന അതേ ഇൻഡസ്ട്രി തന്നെയായിരുന്നു? അതേ ഇൻഡസ്ട്രി, ഓൾമോസ്റ്റ് അതേ ഇൻഡസ്ട്രി. അവരുടെ അടുത്ത് ഇല്ലാത്ത പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നീട് അത് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വലുതായി. ഏത് വർഷം? 2008 മുതൽ പിന്നെ അതൊരു 13 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പിന്നെ നല്ലൊരു രീതിയിലേക്കുള്ള ടേൺ ഓവറും കാര്യങ്ങളൊക്കെ അതിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ടുള്ള സമയം കിട്ടി. ആ സമയത്താണ് നമുക്ക് എൻ്റെ പല നമ്മളുടേതായ എൻ്റെ ഒരു പിന്നെ സുഹൃത്തുണ്ട്. അതായത് നമ്മളൊരു ക്ലോസ് കോണ്ടാക്റ്റിൻ്റെ ഫ്രണ്ടാണ്, ഒരു ചെന്നൈയിലുള്ള ഒരു ജയറാം, എല്ലാവർക്കും അറിയാം. പുള്ളി ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നടൻ ജയറാമല്ല, ജയറാം രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു നമ്മളെ സാബു ശ്രീലിൻ്റെ ഒക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾ. പുള്ളി മുഖേന ഞങ്ങൾക്ക് 2010-11 കറക്റ്റ് ഓർക്കുന്നില്ല, ഫസ്റ്റ് മമ്മൂട്ടിയെ കാണാനുള്ള ഒരു അവസരം. മമ്മൂട്ടിയെ കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഒരുപാട് സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ വൈഫിൻ്റെ അടുത്ത്, വൈഫ് കഥ എഴുതുന്ന ആളാണ്. കഥയൊക്കെ അപ്പോഴത്തേക്ക് എഴുതി തുടങ്ങി. ഈ ഡിസൈൻ കാര്യങ്ങളിൽ ആരംഭിച്ച് അതിന് മുമ്പ് ഒരു സംഭവം നടന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ അറബി ഒട്ടകം എന്ന് പറയുന്ന ഒരു സിനിമൻ്റെ പോസ്റ്റർ കംപ്ലീറ്റ്ലി ഗ്രാഫിക് ഡിസൈനിങ് ആണല്ലോ ബേസിക്കലി. നമ്മുടെ MG ശ്രീകുമാറൊക്കെ ചെയ്ത സിനിമ അറബി ഒട്ടകം, അത് ഗൾഫ് മാധവും കുട്ടിയും അല്ലേ ആ പടം? അതെ. അപ്പോൾ അതിൻ്റെ ഈ ജയറാം രാമചന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു എക്സ്പീരിയൻസ്, ഇവർക്ക് എത്രമാത്രം ഡെപ്ത് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി ഇവർക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ അവർ ആ പോസ്റ്ററിങ് വർക്ക്, അതിൻ്റെ ഡിസൈൻ, അന്നത്തെ കാലത്തൊക്കെ ഈ പോസ്റ്റർ ഭയങ്കര പ്രാധാന്യമുള്ള കാലമാണ്. ഇപ്പോഴാണല്ലോ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന്. ഈ പടത്തിൻ്റെ പോസ്റ്റർ ഇവർ നന്നായിട്ട് ചെയ്തപ്പോഴാണ് ഇവരുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ
മനസ്സിലാവുന്നത് നല്ല രീതിയിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എൻ്റെ അടുത്തും അവരൊക്കെ പറഞ്ഞു സപ്പോർട്ട് ചെയ്യണം, ഒരു നല്ല കഴിവുണ്ട്, ഇങ്ങനെ നീ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ അവർക്ക് മുന്നിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാനും നമുക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ചെയ്തു. അപ്പോൾ പുള്ളിയാണ് ഈ ജയറാം എന്ന് പറയുന്ന ആളാണ് മമ്മൂട്ടിയുടെ മാനേജർ ജോർജിൻ്റെ അടുത്ത് നമുക്ക് അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ മനസ്സിൽ അന്നേ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിൻ്റെത് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം അന്ന് മുതലേ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അവരിപ്പം എന്തോ രണ്ടാമത്തെ പടത്തിന് തയ്യാറാകുന്നുണ്ട് എന്നൊക്കെ കേട്ടു. പക്ഷേ ചെയ്യുകയാണെങ്കിൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പടം മാത്രം ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് അന്നേ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാരണം മമ്മൂട്ടിയുടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. മേ ബി കാരണം ഞാനും പുള്ളിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം പുള്ളിയുടെ മണിയറ എന്ന് പറഞ്ഞ സിനിമ മുതൽ കണ്ടു തുടങ്ങിയ ആളാണ്. അത് 90s വന്ന, ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ട് കണ്ട സിനിമയാണ്. ചൊക്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു അന്നൊരു വിജയ ടാക്കീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് സിനിമ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോയി കാണുന്നത്. മണിയറ എന്നാണ് സിനിമയുടെ പേര്. അന്ന് മുതലേ ഞങ്ങൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ വളരെ ഒട്ടുമിക്ക പടങ്ങളും കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ ചിലപ്പോൾ വിട്ടുപോയിരിക്കാം, പക്ഷേ എങ്ങനെയെങ്കിലും സമയം എടുത്ത് കാണും. പുള്ളിൻ്റെ അഭിനയവും കാര്യങ്ങളും അതൊക്കെ നല്ല അതേപോലെ തന്നെയായിരുന്നു ഇവരും. അങ്ങനെ ഇവർ ഈ പോസ്റ്റർ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. ആ പടത്തിൻ്റെ ഈ അറബിയോട്ടത്തിൻ്റെ ഡയറക്ടർ പ്രിയദർശൻ സാറായിരുന്നു. സാറ് വിളിച്ചിട്ട് പേഴ്സണലി അപ്രിഷ്യേറ്റ് ചെയ്തു. പിന്നെ പടം നന്നായിട്ടുണ്ട് പോസ്റ്റർ എന്ന് പറഞ്ഞു, വളരെ വലുതായി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അനുഗ്രഹിച്ച് വിടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കിട്ടിയെന്ന് ജയറാം മുഖേനയാണ് ഇങ്ങനെ ജോർജിൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ ഒരു മലബാറിലുള്ള ഒരു പിന്നെ ചെന്നൈയിൽ സെറ്റിലായിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ ഒരു അവസരം തന്നു. ഞാനും ഈ എൻ്റെ വൈഫും എൻ്റെ പാർട്ട്ണറും, അതായത് നമ്മൾ അന്നത്തെ പാർട്ട്ണർ, അത് പുള്ളി ഇന്നും ഉണ്ട്. ഞങ്ങൾ 3 പേരുമാണ്. പിന്നെ അന്ന് ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ട് മമ്മൂട്ടിയുടെ ആദ്യമായിട്ട് കാണുന്നത്. സ്ഥലം എവിടെ? അത് മറ്റേ നമ്മുടെ ആ ഡാമാണ്, മലമ്പുഴയല്ല, നമ്മളെ PJ ജോസഫിൻ്റെ മലങ്കര ഡാം, തൊടുപുഴ മലങ്കര ഡാം. അവിടെ വെച്ചിട്ടാണ് കണ്ടത്. അത് അന്ന് എടുത്ത ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, പുള്ളിയുടെ കൂടെ കാരവനിൽ വെച്ചെടുത്ത ഫോട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് ഇവരായിട്ട് കണക്റ്റഡ് ആയതും ഈ സിനിമാ മേഖലയിലേക്ക്. അപ്പോൾ അന്ന് തന്നെ പുള്ളി പറഞ്ഞു, നീ ഒരുപാട് മമ്മൂട്ടി എന്നാ പറഞ്ഞു? മമ്മൂട്ടി പറഞ്ഞു, നിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും പോരാ, ഒരുപാട് നീ വർക്ക് ചെയ്യേണ്ടി വരും. എൻ്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ, അവൾക്ക് കഴിവുണ്ട്, പക്ഷേ എൻ്റെ ഒരു സിനിമ ചെയ്യാനുള്ള ഇതൊക്കെ വരണമെങ്കിൽ ഇനിയും ഒരുപാട് ഇവർ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് നീ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, പിന്നെ നിൻ്റെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിൽ അവർക്ക് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ, അതായത് വർഷങ്ങൾ മീൻസ് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം ഇവർ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പല ഇടയിൽ നമ്മുടെ സെവൻ ആർട്സ് വിജയകുമാർ സാറിൻ്റെ കൂടെ പോയി ജോയിൻ ചെയ്തു പ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടി. സെവൻ ആർട്സ് വിജയകുമാർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വലിയ പ്രൊഡ്യൂസറാണ് പുള്ളി. പഴയ ഒരുപാട് പട്ടണ പ്രവേശനം മറ്റേ അക്കരെ പുള്ളിയുടെ കമ്പനിയിൽ ഒരുപാട് കാലം ജോലി ചെയ്തു. അവിടുന്ന് ഒരു സീരിയൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്തു, അവൾ എന്ന് പറയുന്ന ഒരു സീരിയൽ തമിഴിൽ. അത് അവാർഡും കാര്യങ്ങളും 350 എപ്പിസോഡ് എന്തോ ചെയ്തു. അത് ഏഷ്യാനെറ്റിൻ്റെ തമിഴ് ഇതിൽ മറ്റേ സ്റ്റാർ വിജയിൽ വന്നു. നന്നായിട്ട് അതിനും നല്ലൊരു ഇത് കിട്ടി. അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇവർ ആ സമയത്ത് കഥ എഴുത്തും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ബിസിനസ് എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ജോലിക്ക് ആൾ വെച്ചു. അതായത് 2 പേരായിരുന്നു, ഭക്ഷണം പാകം ചെയ്യാൻ ഒരാൾ, പിന്നെ മറ്റ് ക്ലീനിങ്ങും മറ്റുള്ള ആവശ്യം അതെല്ലാം നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും അറിയാം. അതൊക്കെ ക്ലീനിങ് മറ്റുള്ള വർക്കിന് വേറെ ഒരാൾ. കാരണം അത്ര പോലും ഇവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിട്ടു. ഇവരുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസ്സും നന്നായിട്ട് പോകുന്നുണ്ട്, പോയിക്കൊണ്ടിരുന്നു. നല്ല രീതിയിൽ നമ്മൾ ഇതായി. ആ സമയത്ത് ഇങ്ങനെ ഇത് ചെയ്തു. അവസാനം ഇവളൊരു അതായത് എൻ്റെ വൈഫ് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ ഒരു കഥ ഏകദേശം ഒരു കംപ്ലീറ്റ് സ്റ്റേജിൽ എത്തിയിട്ട് മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്തു. ആ കഥ ഇന്നും സിനിമയായിട്ടില്ല, പക്ഷേ മമ്മൂട്ടി അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ തന്നെ ആ സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ഈ പുഴുവിൻ്റെ സ്ഥാനത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്കഷനൊക്കെ ഫൈനലായ സമയത്ത് ഞങ്ങളെ വീണ്ടും പുള്ളിക്കാരൻ ഉണ്ടാന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിപ്പിച്ചു, വയനാട്ടിൽ. അത് 2016 അപ്പോൾ ഉണ്ടയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അവിടെ.
അവിടെ വെച്ചിട്ടാണ് കുറച്ച് പുള്ളി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അതായത് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നമ്മൾ അന്ന് കണ്ട പോലെയല്ല, ഇപ്പം ആൾ കുറച്ച് ഏബിളാണ്, കുറച്ച് മച്ചൂർഡായി, എക്സ്പീരിയൻസ്ഡായി, പല പടങ്ങൾ പല കാര്യങ്ങൾ പല ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്തു. അതിൻ്റെ ശേഷം രേവതി അങ്ങനെയുള്ള പല ചെന്നൈയിൽ പല AR റഹ്മാൻ്റെ പ്രോജക്റ്റുകൾ രേവതി ആയിട്ടുള്ള പടം മറ്റ് അങ്ങനെ പല ഇതിലും കൂടെ അവർക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള സന്ദർഭം കിട്ടി. പിന്നെ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി ഹാപ്പിയാണ് ഈ സാധനം മുമ്പോട്ട് പോകുക. അപ്പോൾ പുള്ളീൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അന്ന് നമ്മൾ കാണുന്ന പോലെയല്ല ഇന്ന് സിനിമ. ഇന്ന് മലയാള സിനിമ കംപ്ലീറ്റ് കൊച്ചിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഫാമിലി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വരും. അതിന് നീ തയ്യാറാണോ എന്നുള്ളത് എനിക്ക് ആദ്യം അറിയണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മാത്രമേ, പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട് കൂടെ. ഞങ്ങൾ 3 പേരാണ് പോയത്. പിന്നെ എൻ്റെ പിള്ളേരും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പിള്ളേർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് നമുക്ക് ഇപ്പോൾ ഇത്ര മാത്രം ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു സ്റ്റേജ് എത്തുന്നവരെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ. അപ്പം പുള്ളി മമ്മൂക്ക തന്നെ പറഞ്ഞു, നീ അവർ കൊച്ചിയിൽ മാറട്ടെ, 2-3 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫേമസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിടത്ത് നിങ്ങൾക്ക് പിന്നെ വീണ്ടും ചെന്നൈയിലോട്ട് തന്നെ പോവുക, ഉള്ളിടത്ത് തിരഞ്ഞു വരും ആൾക്കാർ. അങ്ങനെയാണല്ലോ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഇതെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ 2016 അതിൻ്റെ അതിൽ ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി സമയം കൊടുത്തത് 2019 ആ സിനിമ ചെയ്യാന്നുള്ളതാണ് അന്ന് തീരുമാനിക്കുന്നത്. 16 തീരുമാനിക്കുകയാണ് 19 അത് ചെയ്യാന്നുള്ളത്. അപ്പോൾ 19 അക്കാഡമിക് ഇയറിൽ TC ഒക്കെ വാങ്ങിച്ച് കുട്ടികളെ ഷിഫ്റ്റിങ്. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കൊച്ചിയും ചെന്നൈയും അത്ര വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, എനിക്കിപ്പോൾ അവിടെ വീക്കെൻഡ്സിൽ കയറി വന്ന് പോവുക, അതൊന്നുമില്ല. അവരെ ഞാൻ ഇത്രമാത്രം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ടും അതിൽ ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർ നല്ല കഴിവ് തെളിഞ്ഞ് വരികയാണ്. അതിൽ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ഞാനത് തയ്യാറാണെന്ന് പറഞ്ഞു. സമ്മതമാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. 19 നമ്മൾ അക്കാഡമിക് ഇയർ അവസാനിക്കുന്ന സമയത്ത് പിന്നെ എന്താ പറഞ്ഞ നമ്മുടെ ഷിഫ്റ്റ് ഈ സമയത്ത് മമ്മൂട്ടിയുടെ സിനിമയെ കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അവർ തമ്മിൽ ഡിസ്കഷൻ വേറെ ലെവലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുകയാണ്. അപ്പോൾ 19 ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഞങ്ങൾ 18 ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അപ്പോഴാണ് നമ്മുടെ ഗംഗാധരേട്ടൻ്റെ മക്കൾ ഒരു സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വരുന്നത്. PV ഗംഗാധരേട്ടൻ്റെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, അവരെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമില്ല. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 സ്ത്രീകളാണ്. S-Cube എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി, പാർവതിയുടെ ഒരു പടം ഉയരെ. ആ പടം അവർ കുറേ കാലത്തിന് ശേഷം അവർ പ്രൊഡക്ഷൻ ഹൗസ് റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ഗംഗാധരേട്ടൻ വിജയകുമാർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ വിജയകുമാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എൻ്റെ മക്കളിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അത് അവർ ഫസ്റ്റ് ടൈമാണ്, അവർ പ്രൊഡ്യൂസേഴ്സാണ്, ആ പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ പിന്നെ നമുക്ക് ഒരു ലേഡിയെ വേണം. അതായത് അവരുദ്ദേശിച്ചത് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ വേണം എന്നുള്ളത്. അതായത് വിജയകുമാറിൻ്റെ അടുത്ത് ഇവർ ഗംഗാധരേട്ടൻ അപ്രോച്ച് ചെയ്യുന്നു, അവർക്കൊരു ലീഡിങ് ലേഡിയെ വേണം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ലീഡിങ് ലേഡി എന്ന് പറഞ്ഞാൽ അതായത് ഇവർ 3 പേരും പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഒരു സംവിധായക പോലെ? സംവിധായകയല്ല, സംവിധായകൻ മെയിൽ അവർ ഓൾറെഡി ഉണ്ട്. അതായത് അത് നമ്മുടെ പിന്നെ മരണപ്പെട്ട സംവിധായകനില്ല, നമ്മുടെ രാജേഷ് പിള്ള, പുള്ളിയുടെ പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു വാക്കുണ്ടായിരുന്നു. ഇത് ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഈ നമ്മളെ ബോബി സഞ്ജയിൻ്റെതാണ്. അപ്പോൾ അവരുടെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ ജൂനിയർ ഫസ്റ്റ് എന്നയാളൊരു മനു അശോക് എന്ന് പറയുന്ന കൊയിലാണ്ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുണ്ട്, ചീഫ് അസോസിയേറ്റ്, പുള്ളിക്ക് കൊടുക്കണം ഈ പടം എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് ഡയറക്ടറെ മാറ്റാൻ പറ്റില്ല. ഡയറക്ടർ അവരെന്നെ നമ്മുടെ റത്തീനൊക്കെ ആണെങ്കിൽ അത് താല്പര്യമില്ല ഡയറക്ടർ ആവാൻ വേണ്ടി. അവർക്ക് ഈ പ്രോജക്റ്റ് സക്സസ് ആയിട്ട്, കാരണം റത്തീനയ്ക്ക് ഈ വിജയകുമാറിൻ്റെ കൂടി ഒരുപാട് പ്രൊഡക്ഷനിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അവരെ ഒരുപാട് പ്രോജക്റ്റുകൾ ഹിന്ദി മൂവി അടക്കം ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്, ബോംബെയിലൊക്കെ പോയിട്ട്. അതിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഒരാളാണ്. ഇത് ഒരുപാട് കാശിൻ്റെ ഒരു പരിപാടിയാണല്ലോ. ഇവർ ഇപ്പോൾ ഫസ്റ്റ് ടൈം വരികയാണ്, സ്ത്രീകളാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പം വിജയകുമാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആക്ച്വലി എൻ്റെ അടുത്ത് ഒരാളുണ്ട്, പക്ഷേ അവരിങ്ങനെ മമ്മൂട്ടിയുടെ പടമൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്, അവരതിനിടയിൽ ഇത് കയറി ചെയ്യുമോയെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അന്ന് ഞങ്ങളെ വിളിച്ചു. അന്ന് നേരിൽ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന പുള്ളിയുടെ വീടൊക്കെ വളരെ അടുത്താണ്, ഒരു 3-4 കിലോമീറ്റർ. ഉടനെ തന്നെ ഞങ്ങൾ പിറ്റേന്ന് അവിടെ പോയി പുള്ളിയിട്ട് കണ്ടു. ഇങ്ങനെ ഈ ഓഫർ വന്നു,
അപ്പം എനിക്കിതിനകത്തൊരു റോളും ഇല്ല, അവളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, അവരെ എന്താണെന്നുള്ളത് അവർക്ക് വിട്ടു. പറഞ്ഞു എനിക്ക് നല്ല താല്പര്യമുണ്ട്, ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആവുമല്ലോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യുന്ന മുമ്പ് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വരിക എന്നുള്ള നല്ലൊരു കൂടുതൽ എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കാൻ്റെ അടുത്ത് ചോദിക്കണം, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരതിനുള്ള സമയം കൊടുത്തു, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷനും അതിന് ഓഫർ ചെയ്തു അവർക്ക്, കാരണം അവിടെ വന്ന് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഏകദേശം ഒരു 2018 ബിഗിനിങ് ഒക്കെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ മമ്മൂക്കാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മമ്മൂക്ക ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു. ഇതൊക്കെ അവർ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, കാരണം ഞാനല്ല മമ്മൂക്കാൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നത്, അവരെന്നെയാണ്. മമ്മൂക്ക പറഞ്ഞു നല്ലതല്ലേ, ചെയ്തോളൂ, കാരണം നിനക്ക് ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടുകയില്ല. അപ്പോൾ ഞാൻ അതിൽ അത്രമാത്രം അതിലും ഹാപ്പിയാണ്. അവർ എത്ര എക്സ്പീരിയൻസ് കൂടുന്നോ, സിനിമ പോലെയുള്ള മേഖലകളിൽ എത്ര എക്സ്പീരിയൻസ് കൂടുന്നോ അത്രയും നല്ലതാണെന്നുള്ള രീതിയിൽ മമ്മൂക്ക പറഞ്ഞത് കാരണം ആ പ്രോജക്റ്റ് അവരെടുത്തു. അപ്പം 2019 ഷിഫ്റ്റ് ആകുന്നതിന് പകരം പിന്നെ 2018 തന്നെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു മകനെ. അപ്പം മമ്മൂക്ക അവർ തന്നെയാണ് ഞങ്ങൾക്ക് ചോയ്സ് സ്കൂളിലുള്ള അഡ്മിഷൻ, എറണാകുളം ചോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടത്തേക്കുള്ള അഡ്മിഷൻ. അപ്പം ഷർഷാദ് ചെന്നൈ തുടർന്നു, മക്കളെ ഇവിടെ ചേർത്തു. അതെ, ആ സമയത്ത് ഫ്ലാറ്റ് എടുത്തു. അതെ, വാടകയ്ക്ക് എടുത്തു. വൈറ്റ്ലയിലൊരു ഫ്ലാറ്റ് എടുത്തു, വൈറ്റ്ല ഒരു ഹബിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ്. എന്നിട്ട് ആ പ്രോജക്റ്റ് ആ വർഷം തീർത്തോ? അത് തീർത്തു. അവർ 18 എടുത്തു. 19 ഏത് പടമായിരുന്നു? ഉയരെ. ഓക്കെ, പാർവതിയുടെ ഉയരെ, അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. പിന്നെ വളരെ സക്സസ് ആയിട്ട് അത് പറഞ്ഞ ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്തു. 19 വിഷുവിനോ എന്തോ സമയത്താണ് അത് റിലീസായത്. ഓക്കെ, റിലീസായി. അപ്പം ആ സമയത്താണ് നമ്മൾക്ക് ഈ എൻ്റെ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് അന്നേരം കംപ്ലീറ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ടാണ്. ഞാൻ നന്നായിട്ട് സിമെൻറ്റ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ ഫാർ ഈസ്റ്റ് കൺട്രീസ്, ഇന്തോനേഷ്യ, മലേഷ്യ, ചൈന പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട്സും ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. എന്ത് സാധനം? ബിൽഡിംഗ് മെറ്റീരിയൽസ്, കംപ്ലീറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. പല രീതിയിലുള്ള ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ പ്രോജക്റ്റ് എടുത്തിട്ട് പ്രോജക്റ്റിലേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ കൺവെൻഷൻ സെൻറ്റർ, ഹോട്ടൽ, ഇതിലൊക്കെ ഈ ഡിമോണിറ്റൈസേഷനും ഈ GST ഒക്കെ കയറി വന്ന സമയത്ത് ബിസിനസ് ഒന്ന് ഇരുന്നു. കാരണം പല പ്രശ്നങ്ങളാണ്. ഞങ്ങളെ ക്ലയൻസ് എന്ന് പറയുന്നത് ബിൽഡേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് എഫക്റ്റ് ആയപ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഇത് നമുക്ക് വന്നു. എക്സ്പോർട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സിമെൻറ്റ് എക്സ്പോർട്ട് ചെയ്ത സാധനം എക്സ്പോർട്ട് നിന്നു. കാരണം ഈ GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ സിമെൻറ്റിൽ എക്സ്പോർട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 to 4.5% ഇതിൻ്റെ മാർജിൻ. ഒന്നുമില്ല, അവർ ഓർഡർ വരുന്നു, സിമെൻറ്റ് ഫാക്ടറിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, സോഴ്സ് ചെയ്യുന്നു, കണ്ടെയ്നർ അയക്കുന്നു, ഷിപ്പ് ചെയ്ത് വിടുന്നു. ടേൺ ഓവർ വലുതായിരിക്കും, മാർജിൻ കുറവാണ്. അങ്ങനെ ഇത് സിമെൻറ്റ് എക്സ്പോർട്ട് എഫക്റ്റ് ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4-5% മാർജിൻ കിട്ടുന്ന ബിസിനസ്സിന് GST പേ ചെയ്തിട്ട് റീഫണ്ട് എടുക്കേണ്ട വന്നു. അപ്പോൾ നമ്മൾ 1-2 ഷിപ്മെൻറ്റ് പേ ചെയ്തിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ വലിയൊരു എമൗണ്ട്, ഭീമമായ എമൗണ്ട് അവിടെ സ്റ്റക്കാവുകയാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ എഫക്റ്റായി. അതുകൊണ്ട് സിമെൻറ്റ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പല ബിസിനസ് വളരെ ഇതിലേക്ക് ആ സമയത്ത് അങ്ങനെ ഒരുപാട് ബിസിനസ് നിന്നുപോയി. ഈ റീഫണ്ട് പിന്നീട് വർഷങ്ങളെടുത്തിട്ട് ആ റീഫണ്ട് വന്നത് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത്രയും കാശ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ബിസിനസ് നല്ല രീതിയിൽ എഫക്റ്റായി. പക്ഷേ അതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ഞാനത് കാണിക്കാതെ തന്നെ ഇവരുടെ ഒരു ഫോക്കസിന് വേണ്ടി എനിക്കന്ന് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആകാൻ തന്നെ ഏകദേശം ഒരു 7-8 ലക്ഷം രൂപ ചിലവാണ്. സ്കൂൾ അഡ്മിഷനും ഫ്ലാറ്റും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ റോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവരെ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഇവർ വർക്ക് തുടങ്ങി. കാരണം ഈ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരിക. ആദ്യം ഒരു ചെറിയ ടോക്കൺ അഡ്വാൻസ്, പിന്നെ അവർ അതിനനുസരിച്ച് സ്റ്റേജ് ബൈ സ്റ്റേജാണ് കിട്ടുക. അപ്പം നമ്മളത് സ്കൂളിലൊക്കെ ആദ്യം 100% പേയ്മെൻറ്റാണ്. ചോയ്സൊക്കെ വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ. അപ്പം അങ്ങനെ ഇതൊക്കെ കൊടുത്തു. ഇത്രയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ആ കാശൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞു. ഈ ഷിഫ്റ്റിങ്ങിൻ്റെ തൊട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഈ വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതായത് ഞാൻ ലണ്ടനിൽ ഉള്ള മലയാളി രാജേഷ് കൃഷ്ണ. ഈ ലണ്ടനിലുള്ള മലയാളിയാണെന്നൊന്നും ഈ പുള്ളിനെ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് 2018 ജനുവരി 26 ഞാൻ അന്ന് ഒരു ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സൗത്ത് ഇന്ത്യയുടെ റെസിഡൻറ്റ് ഡയറക്ടറായിരുന്നു. ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സ് ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ക്ലൂസീവ് ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടേഴ്സിന് മാത്രമായിട്ടുള്ള, ഡൽഹി ബേസ്ഡ് ചെയ്തിട്ട്. അതിൻ്റെ സൗത്ത് ഇന്ത്യയുടെ ഡയറക്ടർ. അപ്പോൾ അവരുടെ ഒരു കെയർ ഓഫിൽ എൻ്റെ മകനും ഫാമിലിക്കും റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പാസ് കിട്ടി, ഡൽഹിയിലെ പരേഡ്. അതിന് ഞങ്ങൾ പോയി.
പോയ സമയത്ത് ഞങ്ങൾക്ക് അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളി, ഞാൻ ഡൽഹി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലൊന്നും എടുക്കാറില്ല. പുള്ളി ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ കൺട്രി ഹെഡാണ് ഇവിടുത്തെ. പേരെന്നാ? പുള്ളിയുടെ പേര് സോംനാഥ്. പുള്ളിയുടെ വീട്ടിലാണ് താമസിക്കുക. വലിയ കമ്പനി കൊടുത്തിരിക്കുന്ന വലിയ സൗകര്യങ്ങളുള്ള ഫ്ലാറ്റാണ്. പുള്ളി, ഞങ്ങൾ തനിച്ചാണ്, അങ്ങനെ ഫാമിലി ചെന്നൈയിലാണ്. പുള്ളി എപ്പോഴും വന്ന് പോകും. പുള്ളി എപ്പോഴും പറയല്ല, നിങ്ങൾ കാശ് കളയരുത്, ഇത്രയും വലിയ ഇതുണ്ട് വന്ന്. അപ്പോൾ പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ദേഷ്യം വരും. അതുകൊണ്ട് നമ്മൾ ആര് സർക്കിളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാറുള്ളൂ. അവിടെ പോയി നിന്നു. അപ്പം റൂം ഇങ്ങനെ നിൽക്കല്ലേ. ഞങ്ങൾ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, റിട്ടേൺ ടിക്കറ്റ് ഇനിയും 2-3 ദിവസം ഉണ്ട് എന്തെങ്കിലും. അപ്പം അതിൻ്റെ മുമ്പ് തൊട്ട മുമ്പത്തെ വർഷം നമ്മൾ ജയ്പൂരും ആഗ്രയും ഇതൊക്കെ കറങ്ങിയതാണ്. അവിടെയൊന്നും എവിടെയും പോകാനുമില്ല. അപ്പം വൈഫ് ഒരു ആഗ്രഹം പറഞ്ഞു. എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മകളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അവളപ്പോൾ ചെന്നൈ പഠിക്കുകയായിരുന്നു. അതും ഞാനാണ് അവർക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ +2 കഴിഞ്ഞപ്പോൾ ചെയ്തു കൊടുത്തത്. അവിടെ സ്റ്റെല്ല മാരീസ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ടോപ്പസ്റ്റ് വുമൺ കോളേജാണ് ചെന്നൈയിൽ. അവിടെയാണ് പഠിച്ചത്. എനിക്കൊരവിടെ കുറച്ച് ഈ നമ്മുടെ ഈ ബിഷപ്പ് ഹൗസിലായിട്ടുള്ള കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിയ അഡ്മിഷനാണ്. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ വന്നു. അവരെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, അവർ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ പോയ സമയത്ത് അവിടുന്ന് ഞങ്ങൾ ആലോചിച്ചപ്പം പാർലമെൻറ്റ്, ഈ രാഷ്ട്രപതി ഭവൻ, ഇങ്ങനെയുള്ള സംഗതിയൊക്കെ ഒന്ന് കാണാമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. വൈഫ് പറഞ്ഞപ്പോൾ എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ അവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ എനിക്ക് ആ സമയത്തൊന്നും, ഇപ്പോൾ അത്യാവശ്യം അന്ന് ADMK ആണ്, ഇപ്പോൾ DMKയിൽ കുറച്ച് കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്. അന്ന് അങ്ങനെ ഒരു കോൺടാക്ട്സും കാര്യമൊന്നുമില്ല. അപ്പോൾ ആകെയുള്ളത് നമ്മൾ അറിയുന്നത് കുറച്ച് നമ്മളെ കണ്ണൂർക്കാർ പാർട്ടിക്കാർ. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പാർട്ടി അനുഭാവിയായിട്ട് വളർന്നു വന്ന ആളാണ്. അതുമാത്രമല്ല, ഞങ്ങളെ പെരിങ്ങാടി പ്രദേശത്ത് ആദ്യകാലത്ത്, അതായത് 90കളിൽ വളരെ ചുരുക്കം മുസ്ലിംസാണ് പാർട്ടി മെമ്പർമാരായിട്ടുണ്ടായത്. അതിലൊരാളാണ് ഞാൻ. അത് നമ്മളെ നാട്ടിലെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടി കണക്ഷൻസ് എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തായ ഷ്യാമിനെ വിളിക്കുന്നത്. ശ്യാം ആരാ? നമ്മുടെ ഗോവിന്ദ മാഷ് മകൻ. ഗോവിന്ദ മാഷിൻ്റെ മകനെ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. കുറച്ച് മുമ്പേ പരിചയമുണ്ട്. എത്ര കാലമായി? അതിൻ്റെ ഒരു 3-4 വർഷം മുമ്പേ പരിചയമുണ്ട്. എങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഇങ്ങനെ ഓരോ പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി നമ്മൾ. ശ്യാം നമ്മളെ രഞ്ജിത്ത് ഡയറക്ടറില്ല, രഞ്ജിത്ത് സാറ്, രഞ്ജിത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അന്നും ഇന്നും ഒരുപാട് ഒരു ചീഫ് അസോസിയേറ്റാണ്. രഞ്ജിത്തിൻ്റെ എല്ലാ പ്രോജക്റ്റിലും ശ്യാം ഉണ്ടാവും. അപ്പോൾ അന്ന് മാഷ് സെക്രട്ടറി അല്ല, സഖാവ് കോടിയേരിയാണ് പാർട്ടി സെക്രട്ടറി. ശ്യാമിനെ ഞാൻ വിളിച്ചു. ശ്യാം പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ശ്യാം പറഞ്ഞു കുഴപ്പമില്ല, എന്താ ആഗ്രഹമല്ലേ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ശ്യാം കുറച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരാളുടെ നമ്പർ, നിന്നെ ഇപ്പോൾ ഒരാൾ വിളിക്കും, അയാൾ UK ഒരു രാജേഷ് കൃഷ്ണ വിളിക്കും, പുള്ളി ഏർപ്പാട് ചെയ്തോളൂ എല്ലാം. ഞാൻ പറഞ്ഞു UK എങ്ങനെ, എന്താണ്? അല്ലല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് പിന്നീട് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ അവിടുന്ന് ഈ ശ്യാം കോള് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ ഫസ്റ്റ് കോള്, പുള്ളിയുടെ വാട്സപ്പ് കോള് വന്നു. ഞാൻ ഇന്നയാൾ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, നിങ്ങളിപ്പം അവിടെ അനീർ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും, അവൻ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്ന് കൊടുത്തോളൂ, നാളെ പാസ് കിട്ടാം, നാളെ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. കോള് കട്ടായി കഴിഞ്ഞു. പിന്നീട് ഞാൻ വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഉടനെ തന്നെ ഈ അനീർ ലൈനിൽ വന്നു. ഞങ്ങളുടെ അടുത്ത് ആധാർ കോപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തു, പാസ് റെഡിയായി. അപ്പം PK ബിജുവിൻ്റെ PA ആണ് അനീർ. ഓക്കെ. പക്ഷേ PK ബിജു MP MP സിറ്റിംഗ് MP ആണ് അന്ന്, 18-ലാണല്ലോ. അപ്പം PK ബിജുവിൻ്റെ പാസ്സല്ല നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്ക് കിട്ടിയത് ഇന്നസെൻറ്റിൻ്റെ പാസ്സാണ്. പേരുണ്ടാവുമല്ലോ. ഇന്നസെൻറ്റിൻ്റെ പാസ് വെച്ചിട്ട് ഞങ്ങൾ പാർലമെൻറ്റൊക്കെ കണ്ടു, ഇതായി. പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു സിറ്റി കാണാൻ പോകുന്ന ഇവരെല്ലാം വന്നു. അനീർ കൂടെ വന്നിട്ട് ഇങ്ങനെ അനീർ കൂടെ വന്നിട്ട് ഈ രാജേഷിനെ പറ്റിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബിജു സാറിൻ്റെ കാര്യമായ ആളാണ്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് സാറ് പിന്നെ സൈൻ ചെയ്ത ലെറ്റർ ഹെഡ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ സാധാരണ വിസിറ്റേഴ്സ് കാണാനുള്ള ലെറ്റർ എഴുതി. ബിജു അവിടെ ഇല്ല, നാട്ടിലാണ്. അപ്പം ബിജു ഈ വിസിറ്റേഴ്സ് പാസിനുള്ള ലെറ്റർ റെഡിയാക്കി വെച്ചിട്ടാണ് പോവാറ്. അത് തീർന്നു പോയി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നസെൻറ്റ് സാറിൻ്റെ അത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് പുള്ളിൻ്റെ ഇതിൽ എടുത്തന്നു. പക്ഷേ ബിജു സാറ് ഇവനെ ഫോൺ ചെയ്ത് ബിജുവിൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് സംസാരിച്ചു. ബിജുവിനെ നമ്മൾ നേരിൽ പോലും കണ്ടിട്ടില്ല. ബിജുവും പറയുന്നത് ഇതന്നെയാണ്, രാജേഷ് പറഞ്ഞതാണ്, നിങ്ങൾ ബിജുവിനെ സംസാരിച്ചു. പിന്നീട് രാജേഷ് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പറ്റി ഒന്നും അറിയില്ല, പക്ഷേ രാജേഷ് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഇത് ചെയ്തു. ഞങ്ങൾ പാർലമെൻറ്റൊക്കെ കണ്ടു, കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒരു സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു താങ്ക്സ് അയച്ചേക്ക് പുള്ളിക്ക് എന്ന് പറഞ്ഞു. ഒരു സ്വാഭാവികമാണല്ലോ, ഒരു താങ്ക്സ് മെസ്സേജ് അയച്ചു. അതോടുകൂടെ അവിടെ ബ്രേക്കായി.
പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ അതിൻ്റെ ശേഷം വീണ്ടും ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അനീറിന് എന്തോ ഒരു മെസ്സേജ് ചെയ്തു. അനീറിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടു, കാരണം ഒരു MP ആണല്ലോ, നമുക്ക് എന്തെങ്കിലും. അപ്പം അനീറിന് മെസ്സേജ് അയച്ച പറഞ്ഞു, ഒന്ന് ഡൽഹിയിലുണ്ടോ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് പാർലമെൻറ്റ് ഓഫീസിലൊന്ന് വരണം, പിന്നെ ബിജു സാറുണ്ട്, നിങ്ങൾ നേരിലൊന്നും കണ്ടില്ലല്ലോ, നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു. ശരി, ഞാൻ തനിച്ച് 5-6 മാസം കഴിഞ്ഞോ? ഇല്ല, ഒരു 5-6 മാസം കഴിഞ്ഞു. 3-4 മാസം അത്രയേ ഉള്ളൂ, കറക്റ്റ് ഡേറ്റ് ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും ബിജു പാർലമെൻറ്റിൽ പോയി. ഇവരെ ബിജു ഒറ്റയ്ക്കേ ഉള്ളൂ അതോ? ഒറ്റയ്ക്ക്. അന്ന് ഞാൻ എൻ്റെ ഒരു ഒഫീഷ്യൽ ഇതിന് പോയതാണ്. അങ്ങനെ പോയ സമയത്ത് ബിജുവിനെ കൊണ്ടുപോയി ഇവർ കാണിച്ചു. അപ്പോൾ ബിജു കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, പാർലമെൻറ്റിൻ്റെ അകത്ത് തന്നെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രാജേഷിനെ പറ്റി ഇങ്ങനെ പറയണം, ഞങ്ങളൊരു കാര്യമായ ഒരു ആളാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിടയിലുള്ള അത് ആരാണ് ഈ രാജേഷ് എന്നുള്ളത് പഠിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഇങ്ങനെ വരികയാണ്. കാരണം ഇങ്ങനെ പറയുകയാണല്ലോ. അപ്പം ശ്യാമാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, കൂടുതലൊന്നും ഇത് ചെയ്യണ്ട, പുള്ളി ചെയ്തോളൂ, പുള്ളി ഏറ്റാതെ നടക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞ് വന്നു. പിന്നീടാണ് ഞങ്ങൾ ഷിഫ്റ്റിങ് കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് ആയ സമയത്ത് പിന്നെ 2 ഇഷ്യൂസിലാണ് വീണ്ടും രാജേഷ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഷിഫ്റ്റിംഗ് ആയി, ഈ ഉയരയുടെ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞ് ഈ സമയത്ത് രാജേഷോട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല? ഒന്നുമില്ല. അന്ന് അവിടെ ബിജു രാജേഷിനെ 2018 ജനുവരി 27 ഫസ്റ്റ് കോള്. ഓക്കെ, പിന്നെ അത് ബ്രേക്കായി. പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും രാജേഷ് വരുന്നത്. അത് പിന്നെ വേറൊരു സബ്ജക്റ്റുമായിട്ട് അതിനുശേഷമായിരുന്നു ഷിഫ്റ്റിങ്. ഷിഫ്റ്റിംഗ് മെയിലല്ലേ? ഷിഫ്റ്റിംഗ് ആഫ്റ്റർ അക്കാഡമിക് ഇയർ ക്ലോസ് മെയിലാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഷിഫ്റ്റ് തുടങ്ങി, വൈഫ് പോയി. രാജേഷ് എങ്ങനെ വരുന്നത് അത് പറ. രാജേഷ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിധത്തിലാണ് വരുന്നത്. ഒന്ന്, ആദ്യം വരുന്നത് പിന്നെ ഈ ശ്യാമും നമ്മുടെ കേരളത്തിലുള്ള ഒരു സീനിയർ പോലീസ് ഓഫീസറും വേറൊരു വ്യക്തിയും ചേർന്നിട്ട് ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു മീഡിയേറ്ററായിട്ട് വന്ന ആളാണ്. അത് കുറച്ച് വഷളായ സമയത്ത് അതൊരു വലിയ എമൗണ്ടാണ്. അത് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. പിന്നെ അത് ഒരു കൂടുതൽ വഷളായ റോളതിനകത്ത്, അതായത് ശ്യാം ഒരാളെ ഒരു കേരളത്തിലെ ഒരാളെ സഹായിക്കാൻ, ഒരു കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യവസായിനെ സഹായിക്കാന്ന് പറഞ്ഞ് വലിയൊരു കാശ് വാങ്ങി. ആ കാശ് പ്രകാരം ശ്യാമാണ് വാങ്ങിയത്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാശ് തിരിച്ചു ചോദിക്കുമല്ലോ. ആ തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിൽ മീഡിയേറ്ററായിട്ട് വന്ന ആളാണ് എന്നെ. അദ്ദേഹം ഈ കാശ് കൊടുത്ത ആൾ എന്നെ മീഡിയേറ്ററായിട്ട് ഇടുകയും ചെയ്യും. ശ്യാമിൻ്റെ മീഡിയേറ്ററായിട്ട് ഈ രാജേഷ് വരികയും ചെയ്തു. അതായത് കാശ് കൊടുത്ത ആളുടെ മീഡിയേറ്റർ ഷർഷാദ് പോകുന്നു, അതോ കാശ് വാങ്ങിയ ശ്യാമിന് മീഡിയേറ്ററായിട്ട് രാജേഷ് വരുന്നു. അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഈ നേരിൽ കാണുന്നത്. അതുവരെ നേരിൽ കണ്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു മീഡിയേറ്ററായി അതിനൊരു കോംപ്രമൈസിലെത്തി. അവർ എന്തൊക്കെയോ ചെറിയ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞു ഏറ്റെടുത്തു. ഒരു അഗ്രിമെൻ്റായി, എന്തൊക്കെയോ കൊടുത്തു. അത് പിന്നെ അങ്ങനെ പോയി. അതിൻ്റെ ഇതൊന്നും കേട്ടില്ല, കാരണം അതൊരു വലിയൊരു ഗെയിമായിരുന്നു. പിന്നെ പുള്ളിക്കും അത്ര വലിയ ഇതിൽ ടേക്കപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ചുറ്റുപാടായിരുന്നില്ല. കാരണം പുള്ളി ഒരു അറിയപ്പെടുന്ന ബിസിനസ് മാനാണ്. അപ്പോൾ ഇവരെ തോണ്ടിക്കഴിഞ്ഞാൽ കാശ് പോയി, കുറച്ചെന്തോ തിരിച്ചു കിട്ടി, നല്ലൊരു എമൗണ്ട് പോയി. CPM-നോട് പണിയാവുന്ന ഓഫ്കോഴ്സ് എന്തായാലും ഫാക്ടറി പോലീസ് ഓഫീസറുണ്ട്, IPS ഓഫീസറാണ്. പിന്നെ അയാൾ ഫാക്ടറികളൊക്കെ നടത്തുന്ന ആളാണ്. തൊഴിലാളി പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും. കേരളമാണല്ലോ ഈ കാശ് കൊടുത്ത ആൾ. തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ആണ് ഇതിൽ വന്നു. അപ്പോഴാണ് കൂടുതൽ ഇവൻ്റെ നേരിലുള്ള ഇത് നമ്മൾ കാണുന്നത്. അതിൻ്റെ ശേഷമാണ് എൻ്റെ അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നല്ല സ്വാധീനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് നമ്മളൊരു 2-3 ദിവസത്തെ കണ്ടിന്യൂഷൻ മീഡിയേഷൻ ആയിരുന്നു, കോഴിക്കോടും തൃശ്ശൂരൊക്കെ വെച്ചിട്ട്. ഇവൻ്റെ കോൾസ് വരുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ അന്ന് സിറ്റിംഗ് മിനിസ്റ്ററായ തോമസ് ഐസക്ക്, സിറ്റിംഗ് പിന്നെ സ്പീക്കറായ മറ്റേ നമ്മുടെ പൊന്നാനിയിൽ ജയിച്ച ഇയാൾ, പിന്നെ PK ബിജു, പിന്നെ MP രാജേഷ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ മെസ്സേജും കാര്യങ്ങളും. ഇവനെ ഒരു ശൈലിയുണ്ട്, അതായത് ആരെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണിക്കും എന്നയാൾ. അപ്പോൾ ജെന്യൂനാണ്, അതായത് പേര് മാറ്റി സേവ് ചെയ്യുന്നൊന്നുമല്ല, അവരായിട്ട് ടച്ച് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം, അത് വലിയ കഥയാണ്. അപ്പോൾ അതിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കപ്പം കൂടുതൽ അപ്പോൾ ഇവന് ചില്ലറ ആളല്ല എന്നുള്ളത്, ഇത്രയും ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ചില്ലറ ആളല്ല എന്നുള്ള അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇന്ത്യയിൽ എത്തിയത്. അപ്പോൾ ചില്ലറ ആളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അതവിടെ ഓൾമോസ്റ്റ് ഇതായിപ്പോയി. ഇത് കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഈ നമ്പറൊക്കെ സേവ് ചെയ്യുകയൊക്കെ ചെയ്തു. സ്വാഭാവികം. അവിടുന്ന് അതിൻ്റെ മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, സേവ് ചെയ്തു.
പിന്നെ അവിടുന്ന് വീണ്ടും 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പിന്നെ ഭാര്യയുടെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ അവർ, കാരണം അവരിവിടെ പുതുതായിട്ട് ഷിഫ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അവർക്ക് ചില മെമ്പർഷിപ്പുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് ചാമ്പറിലും അവിടെയും ഇവിടെയൊക്കെ. അപ്പോൾ അന്ന് ചാമ്പറിൻ്റെ പ്രസിഡൻറ്റ് ആൻഡോ ആയിരുന്നു, പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ്. അപ്പോൾ ആൻഡോ ജോസഫ് എന്താണെന്നറിയില്ല, കുറച്ച് ഇവരുടെ പേപ്പേഴ്സൊക്കെ കുറച്ച് വൈകിച്ച്, അങ്ങനെ ഇവർ കുറച്ച് എന്താ പറയുക, ഉണ്ടാവുമല്ലോ നമ്മളൊരു പ്രതീക്ഷയോടെ ഒരു സിറ്റിയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് താമസം മാറി. പക്ഷേ മമ്മൂട്ടിയുടെ സ്വന്തം ആളല്ലേ ആൻഡോ? മമ്മൂട്ടി അതിൽ ഇടപെട്ടില്ല. മമ്മൂട്ടിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞപ്പം അത് നിങ്ങൾ തമ്മിൽ തീർത്തോളണം എന്നുള്ള ഇതുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആൻഡോണ പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ ഇവർക്ക് അത് താല്പര്യമില്ലെന്ന് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് അതിങ്ങനെ വലിയ ഇഷ്യൂ ആയി വരുമ്പം അപ്പോൾ ഇവരുടെ ഉയരയുടെ പടം കംപ്ലീറ്റ് കഴിഞ്ഞു, റിലീസായി, ഇവർക്ക് വേറെ പ്രോജക്റ്റ് ഇല്ല. അപ്പോൾ ഇവർ സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇവർ എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ ഈ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഉള്ളവർ ആലോചിച്ചിട്ട് ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ഈ ശ്യാമിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശ്യാം പറഞ്ഞു ഇതിന് ബെസ്റ്റ് ആള് പിന്നെ രാജേഷ് കൃഷ്ണൻ തന്നെയാണ്. പ്രശ്നം എന്താണ്? മറ്റേ പിള്ളേരായിട്ടില്ല, അതായത് ഈ ചാമ്പറിൽ ഇവിടെ പേപ്പർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, അത് കഴിഞ്ഞാലും സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലാണ് ഇവർക്ക് പടം അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ഫസ്റ്റ് അങ്ങനെ ഇവർ ഇത് ഡിലേ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇവന് ഇത് പറഞ്ഞു. അപ്പോൾ രാജേഷ് കൃഷ്ണ ഇൻവോൾവ് ചെയ്തു. അപ്പോൾ രാജേഷ് വീണ്ടും UK. അപ്പോൾ അത് 19 ഓണം എന്ന് എനിക്ക് തോന്നുന്നു, 2019 ഓണ സമയത്ത് എന്തോ നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഇരുന്ന് കണ്ട് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, വൈഫും ഉണ്ട് കൂടെ, പിന്നെ ഓക്കെ നമുക്ക് എവിടെ വെച്ച് കണ്ടു? ഹോട്ടലിൽ. അവന് സ്ഥിരം കുറ്റിയാണ് ഇവിടെ നമ്മുടെ ഹോളിഡേ ഇൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലാസ അല്ലെങ്കിൽ മാരിയട്ട് അവിടെയൊക്കെ ഉള്ളൂ. അതൊക്കെ അവിടെയാണ്. പിന്നെ എറണാകുളത്ത് വേറെ ഇതൊന്നുമില്ല. അവിടെ അതും നല്ല അവിടെ തന്നെ പല കാറ്റഗറി റൂംസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇതിലാണ് താമസിക്കുക. അങ്ങനെ പുള്ളിക്കാരൻ ഇതായിട്ടുണ്ട്. പുള്ളി വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഇതര ഓക്കെ പിന്നെ അത് ചെയ്യാന്നുള്ള രീതിയിലൊരു സില്ലി ആയിട്ടുള്ളൊരു കാര്യം, വേറെ ഒന്നുമില്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ, ശരി ബായി എന്ന് പറഞ്ഞ് പുള്ളിയും പോയാണ്. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, ഇയാൾ എന്താ ഇത്രയും ഇത് വലിയ ഇഷ്യൂ സില്ലി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നടക്കുമോ എന്നാണ്. ഉടനെ നോക്കാം. ഞാൻ ശ്യാമിനെ വിളിച്ചു, രാജേഷ് ഏറ്റുണ്ടേ നടക്കും, അല്ലാതെ അയക്കില്ല, മുഖത്ത് നോക്കി പറയുന്ന ആളാണ്, നടക്കില്ല എന്ന് പറയും. അപ്പോൾ 6-7 മാസത്തോളമായി ഈ ആൻഡോ ഈ പേപ്പർ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന പേപ്പർ ഇവൻ ഇടപെട്ടപ്പം 3-4 ദിവസം വൈഫിന് ചാമ്പറിൽ നിന്ന് കോൾ ഇങ്ങോട്ട് വരികയാണ്, നിങ്ങളുടെ പേപ്പർ സാറ് സൈൻ ചെയ്തിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചോളൂ. അപ്പോഴാണ് വൈഫ് ഇവനെ പറ്റിയിട്ടുള്ള, കാരണം ഡൽഹിയിൽ നിന്ന് ഓൾറെഡി ഇവൻ്റെ പേര് കേട്ട് തുടങ്ങിയിട്ടുണ്ട്, അനീറും അവരൊക്കെ ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ ശേഷമാണ് ഇവന് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആരാണ്, എന്താണ് പിന്നെ എന്നൊക്കെയുള്ള സംഗതികൾ പഠിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്ന ഉയരേൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഉയരേൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ. പക്ഷെ ഉയരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവന് പരിചയപ്പെട്ടു. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതല്ല, ഞാൻ ഉയരേൻ്റെ ഷൂട്ടിങ്ങിലേക്കൊക്കെ പുള്ളിനെ ഒന്ന് ക്ഷണിക്കട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഇവൻ. അപ്പം എന്താ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡോവും ഈ രാജേഷും ഭയങ്കര കണക്റ്റഡ് ആണ് പല രീതിയിൽ, അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കണക്റ്റഡ് ആണ്. അപ്പം ആൻഡോ ആയിട്ട് പിണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജേഷ് പറഞ്ഞ കാര്യം ആൻഡോ ചെയ്തില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആൻഡോ പെട്ടെന്ന് തന്നെ അതിലും വലിയ ഇഷ്യൂസ് അപ്പുറത്ത് ഉണ്ടാകുന്നത് കൊണ്ട് ആൻഡോ ചെയ്തു കൊടുത്തു. അപ്പം ചെയ്തു, സംഗതി ഇവർക്ക് കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ ആ സമയത്ത് ഇവനെപ്പറ്റി പഠിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണല്ലോ ഈ എന്താ പറയുക, നമുക്കൊരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ആരാണ് അയാൾ എന്താണെന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഇവനെ നമ്മൾ രണ്ടുപേരും ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വളരെ ഡേ ടു ഡേ പിന്നെ ഞാൻ കൂടുതൽ കോണ്ടാക്ട് ചെയ്യലും സംസാരിക്കലും കാര്യങ്ങളിലായി. അപ്പോഴാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നം. ആ സമയത്ത് എനിക്കൊരു സംഭവം എന്താ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴത്തേക്കും പുഴു തുടങ്ങാറായിട്ടില്ല. ആ സമയത്ത് എനിക്ക് എൻ്റെ ബിസിനസ് ഇതായതുകൊണ്ട് എനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ഫെഡറൽ ബാങ്കിൽ. എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആ സമയത്ത് റിന്യൂവൽ വന്നപ്പോൾ എൻ്റെ ടേൺ ഓവർ ബേസിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക. ബാങ്ക് കൊളാട്രലും പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഈ വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് RBI നിശ്ചയിച്ചത് പ്രകാരം ടേൺ ഓവറിൻ്റെ 30% ആണ്. ഇപ്പോൾ 10 കോടി ടേൺ ഓവർ എല്ലാ ബിസിനസ്സിനും ബാധകമാണോ? എല്ലാ ബിസിനസ്സിനും ടേൺ ഓവറിൻ്റെ കൊളാട്രൽ അവരൊരു സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി വെക്കുന്നത്. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ റിസർവ് ബാങ്കിൻ്റെ നിയമപ്രകാരം 30 to 35% ഒരു ബാങ്കിന് കൊടുക്കാൻ പാടുള്ളൂ ആനുവൽ ടേൺ ഓവറിൻ്റെ. അപ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്
ടേൺ ഓവർ ഡിപ്പായ കാരണം നമുക്ക് ലിമിറ്റ് കുറക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലെറ്റർ വന്നു. പക്ഷേ ഞങ്ങളുടെ അടുത്ത് കാശില്ല കൊണ്ടുപോയി അടക്കാൻ. കാരണം എല്ലാ മാർക്കറ്റിലും അവിടെ ഇവിടെയും സ്റ്റോക്കും അവിടെ ഫാക്ടറിയിലൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അത് വലിയ ഇഷ്യൂലൊക്കെ ആയി. പിന്നെ അതായി ഒരു രക്ഷയില്ല. ഇവന്മാരെന്ത് ചെയ്തു, ഇത് MP ആക്കി ഫെഡറൽ ബാങ്ക്. അപ്പം ഞാൻ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത്രയും വർഷത്തെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് കേരള ഹൈക്കോടതിയിലായിരുന്നു പോയത്. കാരണം ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് റീസണബിളായിട്ട് അന്ന് എൻ്റെ ഓർഡർ പാസ് ചെയ്തത് ദേവൻ രാമചന്ദ്രൻ സാറാണ്. പുള്ളി നല്ലൊരു വളരെ ഇതായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കംപ്ലീറ്റ് പരിശോധിച്ചിട്ട് പിന്നെ ഇവർക്ക് നല്ലൊരു സാവകാശം കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് തന്നു, ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കാശൊക്കെ അടച്ച് ഫൈനലി ഇപ്പോൾ അത് ക്ലോസ് ചെയ്തു. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഈ ഹൈക്കോടതിയിൽ പോകുന്ന സമയത്ത് ഇവന്മാരെന്ത് വെച്ചാൽ ഈ ബാങ്കുകാരുടെ സ്വഭാവമാണല്ലോ. ഇവന്മാർ വന്ന് നാട്ടിൽ മറ്റേ പ്രോപ്പർട്ടി മേൽ മറ്റേ പോസ്റ്റ് ഒട്ടിക്കലും മറ്റേത് പ്രശ്നമൊക്കെ ഇവരെ ശരിക്കും സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ എൻ്റെ വൈഫിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു കൊളാട്രലായിട്ട് കൊടുത്തത്. കാരണം ഞങ്ങൾ 2 പ്രോപ്പർട്ടി ആ സമയത്ത് ഓഫർ കൊടുത്തപ്പോൾ ബാങ്കിന് ആ പ്രോപ്പർട്ടി കൊണ്ടാണ് കുറച്ച് കണ്ണ് കൂടുതൽ വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് തന്നെ ഒരു 4-5 കോടി രൂപ ബാലുശ്ശേരി 4-5 കോടി രൂപ പ്രോപ്പർട്ടി വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ആകെ ഒരു 1.5 കോടി രൂപ എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി മറ്റേ നാട്ടിലുള്ള പ്രോപ്പർട്ടി അതൊരു പഴയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ മറ്റേ ലീഗൽ ഒപ്പീനിയനൊക്കെ കിട്ടാനുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് പിന്നെ ഈ അവരിത് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ നല്ല ബിസിനസ് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഫാദറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പുള്ളിക്കൊരു റിട്ടേൺസ് എന്നുള്ള രീതിയിലും ആ പ്രോപ്പർട്ടി തന്ന് അങ്ങനെയാണ് ഞങ്ങൾ ബാങ്കിൻ്റെ ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി അവിടെ പതിച്ച സമയത്ത് ഇത് വല്ലാണ്ട് ഇഷ്യൂ ആയി. അപ്പോൾ ഈ കേസാണെങ്കിൽ ഹൈക്കോടതിയിലുണ്ട് പെൻഡിങ്ങിൽ. പക്ഷേ ഇവർ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ കളിക്കുമല്ലോ. ആ സമയത്ത് വീണ്ടും രാജേഷിൻ്റെ അടുത്ത് ഷ്യാമിൻ്റെ സഹായം ഇല്ലാതെ ആദ്യമായിട്ട് ഞാൻ വിളിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ജെന്യൂനാണെങ്കിൽ ഞാൻ സഹായിക്കാം, തരികിട കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ജെന്യൂൻ കേസാണ്, ഹൈക്കോടതിയിലുണ്ട്, ഇങ്ങനെയാണ്. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന പെറ്റീഷൻ്റെ കോപ്പി അയച്ചു കൊടുത്തു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പുള്ളി തോമസ് ഐസക്കിനെ കൊണ്ട് ബാങ്കിൽ വിളിപ്പിച്ചു. ഇപ്പോൾ ബാബു സാർ എന്ന് പറഞ്ഞ റിക്കവറി ഹെഡ് ഉണ്ട് ഫെഡറൽ ബാങ്കിൽ. പുള്ളി ഇപ്പോൾ റിട്ടയർഡായി. ഫെഡറൽ ബാങ്കിൻ്റെ സീനിയർ മോസ്റ്റ് റിക്കവറി ഹെഡാണ്. പുള്ളിനെ പറ്റി പത്രത്തിലൊക്കെ വന്ന പുള്ളി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് എയർക്രാഫ്റ്റ് ജപ്തി ചെയ്ത ആളാണ്. ന്യൂസിലൊക്കെ കാണാം, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഷർഷാദെ, അന്ന് ഞങ്ങൾക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ടായിരുന്നു, ചെന്നൈയിലെ മാനേജറും എല്ലാവരും കൂടെ. എൻ്റെ കരിയറിൽ ഒരു സ്റ്റേറ്റിൻ്റെ പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ വിളിച്ച് ഒരു ഫേവർ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നില്ലെങ്കിൽ നമുക്കിത് നിങ്ങൾക്ക് തന്നേ പറ്റൂ എന്നുള്ള പിന്നെ ഇതിലുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇത് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് നിങ്ങളിത് ചെയ്യണം എന്നുള്ളത്. അത് കേട്ടപ്പോൾ എനിക്ക് ഇവൻ്റെ മേലുള്ള വിശ്വാസം വീണ്ടും കൂടി, ആരാധനയായി. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വലിയൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയല്ലേ, എന്താണ് ഒരു വഴി എന്നുള്ളത് എടുത്തുനിന്ന്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ബിസിനസ്സിന് ഏതാ പറ്റിയത് കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. ബിസിനസ്? അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അതും ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനിയാണ്. ഇത് UK ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഇങ്ങനെയുള്ള കമ്പനിയാണ്. കേരളത്തിൽ ഞാൻ ഇത്ര വർഷമായിട്ട് എൻ്റെ സ്ഥാപനം റെജി എന്ന് പറയുന്ന റെജി കെ രാജൻ, കമ്പനിയുടെ പേരെന്നാ? കിങ്ഡം സർവീസസ് ഗ്രൂപ്പ്. UK പാരന്റ് കമ്പനിയുടെ പേര് കിങ്ഡം സർവീസസ് UK ലിമിറ്റഡ്. അത് UK പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവിടെ 150 മില്യൺ പൗണ്ട് വരുമാനമുള്ള വലിയ കമ്പനി, ഇംഗ്ലീഷുകാരെ കമ്പനി. ഇവനും ഈ കമ്പനിയായിട്ട് ആ കമ്പനിയുടെ CEO ബ്രിട്ടീഷ് പോലീസിൽ ഒരു ഉയർന്ന പോസ്റ്റിൽ റിട്ടയർഡ് ആയിട്ട് തുടങ്ങിയ കമ്പനിയാണ്. വലിയ ഒരു ഭയങ്കര സെറ്റപ്പ്. ഒരു 30,000 എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ്. 30,000. ഇവനും ആ കമ്പനിയായിട്ട് ബന്ധം അത് ഇപ്പോഴും ദുരൂഹതയാണ്. ഇവൻ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അവർ എൻ്റെ പിന്നെ ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ് അവർ, അതിൻ്റെ ഓണേഴ്സ്. അവരെന്തോ ക്ലബ് മേറ്റ്സ് എന്നൊക്കെയാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചുരുക്കം പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ ഇപ്പം എല്ലാ വിഷയവും ഉള്ളത് കൊണ്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നെറ്റിൽ പോയി കഴിഞ്ഞാലോ ഇവരെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവരെ ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ അവിടെ UKയുടെ നമ്മുടെ MCA പോലത്തെ ഒരു പോർട്ടൽ അവിടെയുണ്ട്, കമ്പനി അഫയേഴ്സിൻ്റെ, നിങ്ങൾക്കറിയാലോ, കമ്പനീസ് ഹൗസ്. കമ്പനീസിൻ്റെ ഡാറ്റയുടെ ഇതിലൊക്കെ പോയി നോക്കി, കമ്പനീസ് ഹൗസ്, അതെ. അതിൽ പോയി ഞാൻ ഡാറ്റയൊക്കെ എടുത്ത സമയത്ത് വലിയ കമ്പനിയാണ്. അതിൻ്റെ അതിൽ 4-5 ഡയറക്ടേഴ്സിൽ 2 ഡയറക്ടേഴ്സ് ഇന്ത്യൻ കമ്പനിയിലും ഉണ്ട്. ഇത്ര വർഷമായിട്ട് റെജി കെ രാജ് എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര വർഷം? കുറേ വർഷമായിട്ട്. 2016-17 ആണ് ഇന്ത്യയിൽ. അതായത് ഈ 16 റെജി
രജിസ്റ്റർ ചെയ്ത ക്യാപിറ്റൽ ഗാർഡിംഗ് സർവീസസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ഈ റെജിനെ ഇവൻ പരിചയപ്പെടുന്നത് സൂര്യ ടി വിയിൽ വെച്ചിട്ടാണ്. സൂര്യ ടി വിയുടെ റെജി ഈ G4S കേരള ഹെഡായിരുന്നു. കേരള G4S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനിയാണ്. അവരാണ് വേൾഡ് ലീഡർ. ഇന്ത്യയിലുള്ള വലിയ വലിയ അമേരിക്കൻ എംബസി പോലത്തെ എംബസികളും ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന വലിയ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് 4 കേരള ഹെഡാണ്. അവരുടെ കേരളത്തിലെ റീജിയണൽ ഹെഡാണ് രജി. പുള്ളി ഒരു പക്ക കോർ സെക്യൂരിറ്റി പേഴ്സണാണ്. കരിയർ അങ്ങനെ വളർന്നു വന്ന് ഒരുപാട് സെക്യൂരിറ്റിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങനെയാണ് പുള്ളീൻ്റെ അടുത്ത് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു സെക്യൂരിറ്റി കമ്പനി ഓണർ അറിയാം, അവർക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കണക്ട് ആവുന്നത്. കണക്ട് ചെയ്ത് ഇവനെ കൊണ്ടൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റെജിയെ കൊണ്ട് ഒരു ക്യാപിറ്റൽ ഗാർഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിപ്പിച്ചു. അതിൽ റെജി ഇല്ല, വേറെ ആരോ വെച്ചിട്ട് അവർ തുടങ്ങിയത്. ആ കമ്പനി ഇംഗ്ലീഷുകാർ അക്വയർ ചെയ്തു. ടെക്നിക്കലി കാരണം അക്വയർ ചെയ്യണമെങ്കിൽ, അതായത് അവർക്ക് ഇംഗ്ലീഷുകാർക്ക് ഡയറക്റ്റ്ലി ഇവിടെ വന്നിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം FDI നോംസ് പ്രകാരം ഈ നമ്മുടെ ഈ പ്രൈവറ്റ് സെക്യൂരിറ്റി ഇൻഡസ്ട്രിക്ക് 51% ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് പറ്റത്തുള്ളൂ ഓട്ടോമാറ്റിക് റൂട്ടിൽ, വിത്ത് പെർമിഷൻ അപ് ടു 74 വരെ പോവുക. എന്നിരുന്നാലും ഇന്ത്യക്കാരൻ അതിൽ ബോർഡിൻ്റെ അകത്ത് വേണം, അല്ലാതെ കൊടുക്കില്ല. ഇത് FDI നോംസ് ആണ്. അതുകൊണ്ട് ഇവൻ ആദ്യം ഒരു വിദേശ കമ്പനി എടുത്തിട്ട് അത് ടേക്ക് ഓവർ ചെയ്തു. അല്ല, ഒരു സ്വദേശ കമ്പനിനെ വിദേശ കമ്പനിനെ കൊണ്ട് ടേക്ക് ഓവർ ചെയ്തു. സ്വദേശ കമ്പനി രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് അത് ടേക്ക് ഓവർ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ അതിന് ശേഷം വേറെ ആരൊക്കെ ഡയറക്ടർ ബോർഡുകളായി? ഈ റെജി ഉണ്ട്. റെജിൻ്റെ 2 സുഹൃത്തുക്കൾ. അതിൽ ഒരാളിപ്പോൾ എന്തോ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ എന്തോ ആണ്. പുള്ളിയും പിന്നെ റെജിൻ്റെ ക്ലാസ്മേറ്റ്സും അങ്ങനെ എന്തോ ആളാണ്. റെജി പോയിട്ടില്ല, അകത്ത് കയറിയിട്ടില്ല. റെജിക്ക് G4S ആ സമയത്ത് ഈ എക്സിറ്റ് ഫോർമാൽ അങ്ങനെ വലിയൊരു കമ്പനിയാണല്ലോ, അതിനകത്ത് ഒരു ഉയർന്ന പോസ്റ്റിൽ നിന്ന് ഒരു എക്സിറ്റ് ആയി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. റെജി കയറിയില്ല. പക്ഷേ റെജി പകരം സുഹൃത്തുക്കളെ വെച്ച് കമ്പനി രജിസ്റ്റർ ചെയ്തു. പക്ഷേ ടേക്ക് ഓവറിൻ്റെ കമ്പനി അല്ല, ടേക്ക് ഓവറിൻ്റെ സമയത്ത് റെജി അകത്തേക്ക് വന്നു. അപ്പോൾ റെജി ഡയറക്ടറായി. സെക്കൻഡ് ഡയറക്ടർ ഈ രാജേഷ് കൃഷ്ണയുടെ ഭാര്യയുടെ അച്ഛനെ അച്യുതൻ നായർ. ഞാൻ കണ്ടതിലൊരു പാവം മനുഷ്യനാണ് അദ്ദേഹം. പേരെന്താ? അച്യുതൻ നായർ. പത്തനംതിട്ടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളി ഇന്ന് പത്തനംതിട്ടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിനെ അറിയാത്ത ആൾക്കാരില്ല ടൗണിൽ. ഈ രാജേഷ് കൃഷ്ണയുടെ ഫാദറിനെയും കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. പക്ഷെ അച്യുതൻ നായർ അറിയാത്ത ആളില്ല. അത്രയും ഒരു പാവം മനുഷ്യനാണ്. ഈ പുള്ളിക്കാരനെ ഇയാളെ ഡയറക്ടറാക്കിയിട്ട് ഈ ചെക്കൊക്കെ ഒപ്പിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെക്കുക, എല്ലാ കാര്യം. അത് ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അങ്ങനെ അച്യുതൻ നായരും റെജിയും പിന്നെ ഇംഗ്ലീഷ് 2 പേരും കൂടെ 2 കമ്പനി ഇവിടെ തുടങ്ങി. അതായത് ആദ്യം തുടങ്ങിയവരെല്ലാം ഒഴിഞ്ഞു പോയി, കമ്പനി ടേക്ക് ഓവർ ചെയ്തപ്പോൾ പോയി. അങ്ങനെ തുടങ്ങിയ സമയത്ത് കിങ്ഡം സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കമ്പനി രജിസ്റ്റർ ആയ സമയത്ത് ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസി നടത്തണമെങ്കിൽ പസാര എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. യൂണിയൻ ഹോം മിനിസ്ട്രി 2005 ഇംപ്ലിമെൻ്റ് ചെയ്ത ആക്റ്റാണ്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് ലൈസൻസ് കിട്ടണം. ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇപ്പം എൻ്റെ കമ്പനിക്ക് ഈ അടുത്താണ് ആ ലൈസൻസ് കിട്ടിയത്. ഒരുപാട് ഫോർമാലിറ്റീസാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആംസും കാര്യങ്ങളും ഇതൊക്കെയാണ്, ഈ ക്യാഷ് മൂവ്മെൻറ്റും കാര്യമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്രെഡൻഷ്യൽ അവർ വളരെ പരിശോധിക്കും. എൻ്റെത് ഇപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് ചെന്നൈ താമസിക്കുന്നതായിട്ട് പോലും നാട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പോലെയാണ് കിട്ടിയത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഇതിനെപ്പറ്റി അറിയാം. ഇവന് ഈ രാജേഷിന് ഇതിന് വലിയ പിടിപാടൊന്നുമില്ല. പിന്നീടാണ് റെജിക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. കാരണം റെജി ഒരു റീജിയണൽ ഹെഡ് എന്നുള്ള അല്ലാതെ അവർക്ക് ടെക്നിക്കലോ അല്ല ലീഗലായിട്ടൊന്നും കാര്യങ്ങൾ അറിയില്ല. ഇവർ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് ഈ പസാര ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ അവരൊക്കെ ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്യണം എന്നുള്ളത്. അപ്പം ഫോറിൻ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടേത് ഇന്ത്യൻ എംബസി മുഖേന പോയി അവിടെ ഹൈക്കമ്മീഷനിലെത്തി വെരിഫൈ ചെയ്ത് വരാനൊക്കെ ഒരുപാട് സമയമെടുക്കുമെന്ന് കണ്ടപ്പം വീണ്ടും ഒരു കമ്പനി ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തു. റെജിനെയും അച്യുതൻ നായരെയും മാത്രം വെച്ചും കൊണ്ട് കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കിങ്ഡം സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻ പാരൻറ്റ് കമ്പനിയും അതിൻ്റെ അണ്ടറിലുള്ള ഈ കമ്പനിയും ആക്കിയിട്ട് അതിലേക്ക് ഫണ്ട് വരും. അതിൽ നിന്നും അതൊക്കെയാണ് RBIൻ്റെ ഓഡിറ്റിംഗ് കണ്ടുപിടിച്ചിട്ട് ഇവൻ്റെ ലൈസൻസ് പറഞ്ഞത്. ഈ കമ്പനി അപ്പോൾ അവരില്ല, ഇംഗ്ലീഷ് ഡയറക്ടർമാരില്ല, ഇംഗ്ലീഷ് ഡയറക്ടേഴ്സ് ഇല്ല. ഇംഗ്ലീഷ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റേ പ്രശ്നം വരും. അവർക്ക് അതിൽ ലൈസൻസ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ കമ്പനി പരിശോധന നടത്തി ലൈസൻസ് ഒക്കെ കിട്ടി 2019 ലൈസൻസ് കിട്ടി. ഇപ്പം 24 റിനുവലാണ്. ഈ എന്നോ 2-3 മാസമേ ഉള്ളൂ റിനുവലിന്. റെജിയുടെ പേരിലാണ് ലൈസൻസ് വന്ന്. കാരണം റെജി സർട്ടിഫൈഡ് സെക്യൂരിറ്റി പേഴ്സൺ ആണ്. ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇതിന് കുറച്ച് കോഴ്സും ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനത് കഴിഞ്ഞതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആ ലൈസൻസ് എൻ്റെ പേരിൽ ചെന്നൈയിൽ ഈ അടുത്ത് കിട്ടിയത്. അപ്പോൾ ഈ റെജി കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് പുള്ളിയുടെ പേരിലാണ് ലൈസൻസ് എടുത്ത് നല്ല രീതിയിൽ പോകുന്നു. അപ്പം അതിന് ശേഷമാണ് 19 പുള്ളി 2 വർഷം നല്ല രീതിയിൽ നടത്തി. അപ്പോൾ റെജി ഒരുപാട് ജീവനക്കാരൊക്കെ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് വർക്ക്?
ഇപ്പം കൊച്ചിയിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ പിന്നെ കുസാറ്റ് ചെയ്യുന്നുണ്ട്, സദർലാൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ ഊരാളുങ്കൽ, അവരെ കോഴിക്കോടുള്ള മാള്, എല്ലാം എല്ലാം ഇവരെ ഈ ലെഫ്റ്റ് ഇതിലുള്ള, പക്ഷേ റെജിൻ്റെതായ കോൺടാക്ട്സിൽ കൂടെ കുറേ റെജി വെച്ച് അത്യാവശ്യം ഒരു 600-650 എംപ്ലോയി വരെ റെജി എത്തിച്ചു. അതിനിടയിൽ വേറെ ഒരു കമ്പനി ഇവർ അക്വയർ ചെയ്തു, ഒരു ക്യാപ്റ്റൻ്റെ ഒരു കമ്പനി, അയാളുടെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. മറ്റേ ഈ ഗോവയിലുള്ള ആളാണോ? അല്ല, പിന്നെ ഡൽഹി ബേസ്ഡ് ആണ്. അപ്പോൾ പുള്ളിയുടെ പേരെന്തോ ഉണ്ട്, എനിക്ക് കറക്റ്റ് ശരി എന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല അത്. ആ കമ്പനിയും കൂടെ മെർജ് ചെയ്ത സമയത്ത് ഇവരെ നമ്പേഴ്സ് വല്ലാതെ അങ്ങോട്ട് കൂടി, നല്ല രീതിയിൽ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ സമയത്താണ് ഇവന് 2019 ഇദ്ദേഹം എന്നെ അപ്രോച്ച് ചെയ്യുന്നത്, ഇത് നിനക്ക് സമയമുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു ചെന്നൈ ഞാൻ ഈ ഇൻഡസ്ട്രിക്ക് എനിക്ക് ഒരു ബന്ധവും ഇല്ല, കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അത് പറയും, എനിക്ക് അവിടെ വേണ്ടത് ഒരു ഓതറൈസ്ഡ് പേഴ്സണാണ്, നീ ഇൻഡസ്ട്രിയിൽ നിന്ന് ആളെടുത്തോളൂ, അവർക്ക് എന്താ വേണ്ടത് ശമ്പളം കൊടുക്കുക, അവരെ വെച്ച് നടത്തുക. എനിക്കൊരു ഓതറൈസ്ഡ് പേഴ്സൺ സൈനിങ് അതോറിറ്റിയുള്ള ഒരാളവിടെ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കാം, നീ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ റെജിയായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. റെജിയായിട്ടാണ്. റെജി വളരെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആളാണ്, ചെറിയ പ്രായമാണ്, നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ കാട്ടി വളരെ ചെറിയ. റെജി എന്നെ നന്നായിട്ട് എനിക്ക് കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായി തന്നു. റെജിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. റെജി പറഞ്ഞു നല്ലതാണ്, ഇപ്പോൾ ഏതായാലും നീ ഇത് ചെയ്യല്ലേ ബിസിനസ്, ഞങ്ങളപ്പം പരിചയപ്പെട്ട ആളാണ്, ബിസിനസ് ഇല്ലാതെ നിൽക്കല്ലേ, നല്ലതാണ്, ട്രൈ ചെയ്യൂ, ചെന്നൈ പോലത്തെ സ്ഥലത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാന്ന് പറഞ്ഞ് നമ്മളവിടെ അതിനായിട്ടൊരു ഓഫീസ് എടുത്തു. പിന്നെ വേറെ കമ്പനി രജിസ്റ്റർ ചെയ്തു. വേറെ കമ്പനി, ഈ കമ്പനിയുടെ സ്റ്റേറ്റ് ബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു. ഏത് കേരളത്തിലെ കമ്പനിയുടെയോ? 2 കമ്പനി, അതായത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 2 കമ്പനി ഉണ്ടല്ലോ, കിങ്ഡം പ്രൊട്ടക്ഷനും കിങ്ഡം സർവീസസും. ഈ 2 കമ്പനിയുടേതും ബ്രാഞ്ചായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തു. സെപ്പറേറ്റ് GSTയും സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഒക്കെ സെപ്പറേറ്റ് എടുത്തു. തമിഴ്നാട് പോലീസ് ലൈസൻസ് സെപ്പറേറ്റ് എടുക്കണം. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേരിൽ എടുക്കാൻ പറ്റില്ല, കാരണം സർട്ടിഫൈഡ് പേഴ്സൺ ആവണം. അപ്പോൾ റെജി ഉള്ളതുകൊണ്ട് റെജിൻ്റെ പേരിൽ തന്നെ അവിടെ അപ്ലൈ ചെയ്തു, ആ ലൈസൻസൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഒരു ബിസിനസ് ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്കെന്താണെന്ന് വെച്ചാൽ എൻ്റേതായ കുറച്ച് കോൺടാക്ട്സിൽ ഞാൻ ഇത് കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് കുറച്ച് ബിസിനസ്സൊക്കെ അവിടെ കയറി വന്നു. 10-45 ലക്ഷം രൂപ മാസ ബില്ലിങ്ങിലേക്ക് പെട്ടെന്നൊരു 3-4 മാസം കൊണ്ടെത്തി നമ്മൾ കമ്പനി. നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് പിന്നെ വേറെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് അവിടെ ഉണ്ടായി, അവിടെ ഒരു പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് വന്നു, ബ്രാഞ്ചിന് വേറെ അക്കൗണ്ട് വന്നു. പിന്നെ HSBC കൈകാര്യം ചെയ്തത് ഞാനാണ്. അതായത് അവിടുത്തെ ലൈസൻസ് റെജിയുടെ പേരിലാണെങ്കിലും ആ ലൈസൻസിൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് ഓതറൈസേഷൻ ഉണ്ടായിരുന്നു, ബോർഡ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. എന്നെ കംപ്ലീറ്റ് ഓതറൈസ് ചെയ്തും കൊണ്ട് അച്യുതൻ നായരും റെജിയും കൂടെ ഓതറൈസ് ചെയ്തും കൊണ്ട് BR തന്നു, ബോർഡ് റെസൊല്യൂഷൻ തന്നു. ബോർഡ് റെസൊല്യൂഷൻ തന്നിട്ട് ആ ബോർഡ് റെസൊല്യൂഷൻ പ്രകാരമാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. HSBCയിൽ അക്കൗണ്ട് ഓപ്പണും ചെയ്യണമെന്ന് പറഞ്ഞു, അതും ചെയ്തു കൊടുത്തു. അങ്ങനെ ഫണ്ടും കാര്യങ്ങളൊക്കെ വരാൻ ഇത് ബില്ലിങ് ഇങ്ങനെ ഒരു 30-40 ലക്ഷം എത്തുന്ന സമയത്താണ് ഈ RBIൻ്റെ ഈ ലെറ്റർ വരുന്നത്. ഒരു ബോംബ് വരുന്ന പോലെ, എന്താ പറയുക, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഈ വയലേഷൻ നടത്തി, പിന്നെ എക്സ്പ്ലനേഷൻ ചോദിച്ചും കൊണ്ട്. എന്ത് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഫണ്ട് വന്നിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് റൂട്ടിൽ 51% നിങ്ങൾക്ക് ഫണ്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. 74% കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വീണ്ടും പിന്നെ പെർമിഷൻ അപ്ലൈ ചെയ്തിട്ട് വാങ്ങണം. അതൊന്നും ചെയ്യാതെ ഇവർ ഫണ്ടിങ്ങനെ അടിച്ചു വിടുക. അപ്പോൾ RBIൻ്റെ ഇതിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു 1 കോടി രൂപ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ നോംസ് വെച്ചിട്ട് അതിൻ്റെ 60-70% ആ ബിസിനസ്സിന് ചിലവായി എന്നുള്ള പ്രൂഫ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതായത് മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഫണ്ട് വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേൺ ഓവറും ഇവിടെ കൂടണം. അപ്പോൾ ഫണ്ട് ഇൻഫ്ലോ ഇങ്ങനെ വല്ലാതെ വരുന്നുണ്ട്, ടേൺ ഓവർ ഇവിടെ കൂടുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് RBI ഓഡിറ്റിങ്ങിനെടുത്ത സമയത്ത് ഇത് കണ്ടുപിടിച്ച സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ ഇവർക്ക് പ്രോപ്പർ എക്സ്പ്ലനേഷൻ അവരോട് ചോദിച്ചു, അല്ലല്ല ഹെഡ് ഓഫീസ്. അപ്പോൾ കൊച്ചിയിലുള്ള ഒരു CA ഫേമാണ് രാജേഷിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പുള്ളിക്കാരൻ അതിനുള്ള ഒരു മറുപടി കൊടുത്തു. അത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് RBI സെക്യൂരിറ്റി കമ്പനി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു കൺട്രോളിങ് അതോറിറ്റി ഉണ്ടാവും. അതായത് ഓരോ ബിസിനസ്സിനും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ, ആരാണ് എന്താണെന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കിനെ ഇൻഫോം ചെയ്യാനുള്ളത് MHA ആണ്, യൂണിയൻ MHAൻ്റെ അണ്ടറിലാണ് ഇന്ത്യയിലുള്ള സകല സെക്യൂരിറ്റി കമ്പനിയും വരുന്നത്. യൂണിയൻ MHAക്ക് ഇൻറ്റിമേഷൻ കൊടുത്തു ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്.
അവർ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ അയച്ചു. അതും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള സകല യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ്സിലും ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2021 യൂണിയൻ മിനിസ്ട്രി ലെറ്റർ ഉത്തരവായിട്ട് അയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഓഫീസർ അല്ല നിങ്ങൾക്കും കത്ത് കിട്ടി? അഫ്കോഴ്സ് നമുക്ക് എല്ലാ ബ്രാഞ്ചിനും കത്ത് കിട്ടി. അപ്പോൾ ഇപ്പോൾ 2 ബ്രാഞ്ചിലേ ഉള്ളൂ. അതെ, അല്ല കർണാടകയിൽ അപ്പം അപ്ലൈ ചെയ്ത് നിൽക്കുകയായിരുന്നു. കർണാടക ആക്ടിവിറ്റി തുടങ്ങി, അണ്ടർ പ്രിപ്പറേഷനിലായിരുന്നു, ലൈസൻസ് അണ്ടർ പ്രോസസ്സിലായിരുന്നു. 3 സ്റ്റേറ്റിൽ. പക്ഷേ യൂണിയൻ എംബസിയൊക്കെ അയക്കുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഏതൊക്കെ സ്റ്റേറ്റിലുള്ള, എല്ലാവർക്കും വിടും. അത് ലെറ്ററിൻ്റെ താഴെ കാണാം യൂണിയൻ സ്റ്റേറ്റ്സ്, ഓൾ ദ സ്റ്റേറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന്. കൺട്രോളിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിൽ ഓരോ ആൾക്കാരാണ്. കേരളത്തിൽ വരുന്ന ഡയറക്റ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി കാറ്റഗറിയാണ്. തമിഴ്നാട്ടിൽ വരുന്നത് നേരെ DGPൻ്റെ അണ്ടറിൽ ഒരു IG റാങ്ക് ഓഫീസറാണ്. അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ചിട്ടാണ്. അവരവിടെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ച് അവിടെ വന്ന ഓഫീസൊക്കെ വന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി ഇതെല്ലാം ആയപ്പം അവർ ഉടനെ തന്നെ 3 മാസം കൊണ്ട് അവരെ പ്രോസസ്സ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് സ്ഥാപനം അടച്ചു പൂട്ടാൻ പറഞ്ഞു. നിൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂട്ടിയായിട്ട് ചെയ്യുന്നു, നീ പിന്നെ ഇത് ഇങ്ങനെ ഒരു സിനിമ അത് ചെയ്യുന്നത് നല്ലതാണോ? നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ മേലെ പോയിട്ട് കൈവച്ചിട്ട് പാർവതിയ മമ്മൂട്ടി അതുവരെ ഉടക്കി നിൽക്കുകയായിരുന്നു. മമ്മൂട്ടിയായിട്ട് എന്തോ ഒരു വിഷയത്തിൽ ഉടക്കി നിൽക്കുകയായിരുന്നു. ഈ പടം കാരണം അവർ കൊണ്ടുവന്നു. അത് ആ ഒരു ഇത് റത്തിനാക്ക് കിട്ടിയിട്ടുണ്ട്, അഡ്വാൻറ്റേജ്. അവർ ഒരുമിച്ചു എന്നുള്ളത്. പുള്ളി കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു BMW കാറുണ്ട്. അത് ഖത്തർ ബേസ്ഡ് ഒരു ബിസിനസ്സുകാരൻ്റെ അതാണ്. ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരു പീഡന കേസിൽ ഒരു പ്രൊഡ്യൂസർ, ഒരു പീഡന കേസ് പ്രതി. അതെ അതെ. എന്നിട്ട് ആ പീഡന കേസിൽ ഇയാൾ രാജേഷ് ഒത്തുതീർത്തു കൊടുത്തു. അതെ. അങ്ങനെ അവിടുന്ന് പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വൃത്തികേടായ കളികളെല്ലാം കളിച്ചിട്ട് അവനെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ട്രാപ്പിലൊക്കെ പെടുത്തി അവനെ അവിടുന്ന് പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് മാറ്റി പെണ്ണ് കേസ് പെടുത്തി. അവർ കേസ് പേർത്തി. അറിയാതെ ഇവരൊരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്തിരുന്നു. അത് നിങ്ങളത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് സാധനം അവിടെ നിന്നുപോയി. നിങ്ങൾ ഓർക്കുന്നുണ്ട്? അത് കടലാസ് കമ്പനി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാർത്ത ചെയ്തില്ലേ ഒരു മറ്റേ കൊല്ലത്ത്? അപ്പോഴത്തേക്ക് നമ്മളെ ചെറിയ ഇഷ്യൂസ് നിങ്ങൾ ഫാമിലി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ മമ്മൂക്കയായിട്ടുള്ള എൻ്റെ സംസാര ശൈലി മാറുന്നത്.